വർദ്ധിച്ചുവരുന്ന ഊർജ്ജ ആവശ്യങ്ങളും കാലാവസ്ഥാ വ്യതിയാനമെന്ന വലിയ ഭീഷണിയും ഒരുപോലെ നേരിടുന്ന ലോകത്ത് ഇന്ത്യ അതീവ നിർണായകമായ ഒരു പാതയിലൂടെ സഞ്ചരിക്കുകയാണ്. 2070ഓടെ നെറ്റ് സീറോ അഥവാ കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന വൻ ലക്ഷ്യത്തിലേക്ക് രാജ്യം മുന്നേറുമ്പോൾ അവിടെ നിർണായകമാവുക ആണവോർജ്ജമാണ്. അതിനായി ഇന്ത്യക്ക് ലഭിച്ച ഏറ്റവും വലിയ കൈത്താങ്ങാണ് ഓസ്ട്രേലിയയിൽ നിന്നുള്ള യുറേനിയം ലഭ്യത. നിലവിൽ സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷിക വേളയായ 2047ഓടെ ആണവോർജ്ജ ഉൽപ്പാദനം 100 ജിഗാവാട്ടായി ഉയർത്തുക എന്നതാണ് ഇന്ത്യക്ക് മുന്നിലുള്ള വലിയ ലക്ഷ്യം. ആഭ്യന്തര സ്രോതസ്സുകൾക്ക് പുറമെ വിദേശ ഇറക്കുമതി കൂടി ഇതിനാവശ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ യുറേനിയം ശേഖരമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഓസ്ട്രേലിയ. ദീർഘകാലത്തെ നയതന്ത്ര ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയുമായി ഒപ്പുവെച്ച സിവിൽ ന്യൂക്ലിയർ കരാറിലൂടെ ശുദ്ധമായ ഇന്ധനത്തിലേക്കുള്ള ഇന്ത്യയുടെ മാറ്റത്തിന് ഓസ്ട്രേലിയ വഴി തുറക്കുകയാണ്. ഇത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്ധന വ്യാപാരം മാത്രമല്ല, ഇന്ത്യയുടെ ഭാവി ഊർജ്ജ സുരക്ഷയുടെ അടിത്തറ കൂടിയാണ്. റഷ്യ, കസാക്കിസ്ഥാൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന ഇന്ത്യക്ക് ഓസ്ട്രേലിയ ഒരു പുതിയ വിശ്വസനീയ പങ്കാളിയാണ്. ഓസ്ട്രേലിയൻ യുറേനിയം ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അത് നോക്കാം. ആഭ്യന്തരമായ യുറേനിയം ഉൽപ്പാദനം കുറവായ ഇന്ത്യക്ക് ഉയർന്ന ഗുണനിലവാരമുള്ള ഓസ്ട്രേലിയൻ യുറേനിയം പ്ലാന്റുകൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ സഹായകരമാകും. കൽക്കരിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഹരിതഗ്രഹവാതകങ്ങളുടെ പുറന്തള്ളൽ വൻതോതിൽ നിയന്ത്രിക്കാനും ആണവോർജ്ജത്തിലൂടെ സാധിക്കും. സോളാറും കാറ്റിൽ നിന്നുള്ള ഊർജ്ജ ഉറവിടങ്ങളും കാലാവസ്ഥയെ ആശ്രയിച്ചാണ് മുന്നേറുന്നത്. വ്യവസായങ്ങൾക്കും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾക്കും ആവശ്യമായ 24/7 തടസ്സമില്ലാത്ത വൈദ്യുതി നൽകാൻ ഇവർക്ക് കഴിയില്ല. ആണവ നിലയങ്ങൾക്ക് മാത്രമാണ് അത് സാധിക്കുക. ഇത് രാജ്യത്തിന്റെ ഉൽപ്പാദന മേഖലയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും കരുത്തു പകരുകയും ചെയ്യും. ഓസ്ട്രേലിയയിൽ നിന്നുള്ള കൃത്യമായ യുറേനിയം വിതരണം ഈ നിലയങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തെയാണ് ഉറപ്പു നൽകുന്നത്. ഇന്ത്യയുടെ തീരദേശ മണലിൽ, പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വൻതോതിൽ തോറിയം ശേഖരമുണ്ട്. ഇന്ത്യയുടെ ദീർഘകാല ലക്ഷ്യം സ്വന്തം തോറിയം നിക്ഷേപം ഉപയോഗപ്പെടുത്തുക എന്നതാണ്. തോറിയം നേരിട്ട് ഇന്ധനമായി ഉപയോഗിക്കാൻ എന്നാൽ സാധിക്കില്ല. എന്നാൽ തോറിയം ഇന്ധനമാക്കി മാറ്റാനുള്ള സാങ്കേതിക പ്രവർത്തനത്തിലും യുറേനിയം ആവശ്യമാണ്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള യുറേനിയത്തിന്റെ വരവ് ഇന്ത്യയ്ക്ക് ഒരു നയതന്ത്ര വിജയം കൂടിയാണ്. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ പരിസ്ഥിതിക്ക് ആഘാതം ഏൽപ്പിക്കാതെ രാജ്യത്തിന്റെ ഓരോ കോണിലും വെളിച്ചമെത്തിക്കാൻ ഈ സൗഹൃദവും സഹകരണവും ഇനിയും ശക്തമായി മുന്നോട്ടു പോകേണ്ടതുണ്ട്.